എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. കൃത്രിമോപഗ്രഹങ്ങൾ എന്ന ഭാഗത്തു നിന്നുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1. സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 വിക്ഷേപിച്ച വർഷം ഏത്? സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 വിക്ഷേപിച്ച വർഷം 1957 ഒക്ടോബർ 4. 1957 ഒക്ടോബർ 4. അമേരിക്ക വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? അമേരിക്ക വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? എക്സ്പ്ലോറർ 1. എക്സ്പ്ലോറർ 1 1958. എക്സ്പ്ലോറർ 1 1958. ബഹിരാകാശത്ത് ആദ്യമെത്തിയ ജീവി ഏത്? ബഹിരാകാശത്ത് ആദ്യമെത്തിയ ജീവി ലൈക്ക എന്ന നായയാണ്. ലൈക്കയെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏത്? ലൈക്കയെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം സ്പുട്നിക് 2. ഏത് വർഷമാണ്? 1957. 1957 സ്പുട്നിക് 2 എന്ന വാഹനത്തിലാണ് ലൈക്കയെ ബഹിരാകാശത്ത് എത്തിച്ചത്. ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? സോവിയറ്റ് യൂണിയന്റെ യൂറി ഗഗാറിൻ. ഏത് രാജ്യമാണ്? സോവിയറ്റ് യൂണിയൻ. ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി സോവിയറ്റ് യൂണിയന്റെ യൂറി ഗഗാറിൻ. ഒന്നുകൂടി, മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1. സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 വിക്ഷേപിച്ച വർഷം 1957 ഒക്ടോബർ 4. അമേരിക്ക വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം എക്സ്പ്ലോറർ 1. വർഷം 1958. ബഹിരാകാശത്ത് ആദ്യമെത്തിയ ജീവി ലൈക്ക എന്ന നായ. ലൈക്കയെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം സ്പുട്നിക് 2 1957. ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി സോവിയറ്റ് യൂണിയന്റെ യൂറി ഗഗാറിൻ. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യാത്ര ചെയ്ത വാഹനം ഏത്? ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യാത്ര ചെയ്ത വാഹനം വോസ്റ്റോക്ക് 1. ഏത് വർഷമാണ്? 1961 ഏപ്രിൽ 12. 1961 ഏപ്രിൽ 12 വോസ്റ്റോക്ക് 1. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ വനിതയാര്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ വനിത വാലന്റീന തെരഷ്കോവ. ആദ്യമായൊരു വനിത ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ഏത്? ആദ്യമായൊരു വനിത ബഹിരാകാശ യാത്ര നടത്തിയ വർഷം 1963 ജൂൺ 16. 1963 ജൂൺ 16 വോസ്റ്റോക്ക് 6 പോയത്. വോസ്റ്റോക്ക് 6. ബഹിരാകാശത്ത് ആദ്യമായി നടന്നതാര്? ബഹിരാകാശത്ത് ആദ്യമായി നടന്നതാര്? അലക്സി ലിയോനോവ്. 1965 മാർച്ചിലാണ് അലക്സി ലിയോനോവ് ബഹിരാകാശത്ത് ആദ്യമായിട്ട് നടന്നത്. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏത്? ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ലൂണ 2. സോവിയറ്റ് യൂണിയന്റെ വിനേറ ദൗത്യങ്ങൾ ഏത് ഗ്രഹത്തെയാണ് പഠിച്ചത്? സോവിയറ്റ് യൂണിയന്റെ വിനേറ ദൗത്യങ്ങൾ ഏത് ഗ്രഹത്തെയാണ് പഠിച്ചത്? ശുക്രനെയാണ് പഠിച്ചത്. ഒന്നുകൂടി, ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യാത്ര ചെയ്ത വാഹനം വോസ്റ്റോക്ക് 1 1961 ഏപ്രിൽ 12. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ വനിത വാലന്റീന തെരഷ്കോവ. ആദ്യമായൊരു വനിത ബഹിരാകാശ യാത്ര നടത്തിയ വർഷം 1963 ജൂൺ 16 വോസ്റ്റോക്ക് 6. ബഹിരാകാശത്ത് ആദ്യമായി നടന്നത് അലക്സി ലിയോനോവ് 1965 മാർച്ചിൽ. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ലൂണ 2. സോവിയറ്റ് യൂണിയന്റെ വിനേറ ദൗത്യങ്ങൾ ഏത് ഗ്രഹത്തെയാണ് പഠിച്ചത്? ശുക്രനെ. മറ്റൊരു ഗ്രഹത്തിൽ ആദ്യമായി ഇടിച്ചിറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം ഏത്? മറ്റൊരു ഗ്രഹത്തിൽ ആദ്യമായി ഇടിച്ചിറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം വിനേറ 3. എവിടെയാണ് ഇറങ്ങിയത്? ശുക്രനിലാണ് വിനേറ 3 ഇടിച്ചിറങ്ങിയത്. ചന്ദ്രന്റെ മറുവശത്തിന്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകം ഏത്? ചന്ദ്രന്റെ മറുവശത്തിന്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകമാണ് ലൂണ 3. സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യത്തെ പേടകം ഏത്? സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യത്തെ പേടകം വിനേറ 7. ശുക്രനിലാണ് ഇറങ്ങിയത്. ഭൂമിയെ അല്ലാതെ മറ്റൊരു ഗ്രഹത്തെ ആദ്യമായി ഭ്രമണം ചെയ്ത പേടകം ഏത്? ഭൂമിയെ അല്ലാതെ മറ്റൊരു ഗ്രഹത്തെ ആദ്യമായി ഭ്രമണം ചെയ്ത പേടകം അമേരിക്കയുടെ മറൈനർ 9 ചൊവ്വയാണ് ഭ്രമണം ചെയ്തത്.
മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കി വിജയകരമായി തിരിച്ചു കൊണ്ടുവന്ന അമേരിക്കൻ ബഹിരാകാശ ദൗത്യങ്ങൾ ഏവ? മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കി വിജയകരമായി തിരിച്ചു കൊണ്ടുവന്ന അമേരിക്കൻ ബഹിരാകാശ ദൗത്യങ്ങളാണ് അപ്പോളോ ദൗത്യങ്ങൾ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം ഏത്? മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം ഏതാണ്? അപ്പോളോ 11. ഒന്നുകൂടി, മറ്റൊരു ഗ്രഹത്തിൽ ആദ്യമായി ഇടിച്ചിറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം വിനേറ 3 ശുക്രനിലാണ് ഇടിച്ചിറങ്ങിയത്. ചന്ദ്രന്റെ മറുവശത്തിന്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകം ലൂണ 3. സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യത്തെ പേടകം വിനേറ 7 ശുക്രനിലാണ് ഇറങ്ങിയത്. ഭൂമിയെ അല്ലാതെ മറ്റൊരു ഗ്രഹത്തെ ആദ്യമായി ഭ്രമണം ചെയ്ത പേടകം അമേരിക്കയുടെ മറൈനർ 9 ചൊവ്വയാണ് ഭ്രമണം ചെയ്തത്. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കി വിജയകരമായി തിരിച്ചു കൊണ്ടുവന്ന അമേരിക്കൻ ബഹിരാകാശ ദൗത്യങ്ങളാണ് അപ്പോളോ ദൗത്യങ്ങൾ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അപ്പോളോ 11. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969 ജൂലൈ 20. 1969 ജൂലൈ 20. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയവർ ആരൊക്കെ? ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയവർ ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ. മനുഷ്യൻ ആദ്യമായി ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശം അറിയപ്പെടുന്നത് എങ്ങനെ? മനുഷ്യൻ ആദ്യമായി ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം. അമേരിക്കയുടെ വൈക്കിംഗ് പര്യവേക്ഷണ വാഹനം ഏത് ഗ്രഹത്തെയാണ് പഠിച്ചത്? അമേരിക്കയുടെ വൈക്കിംഗ് പര്യവേക്ഷണ വാഹനം ഏത് ഗ്രഹത്തെയാണ് പഠിച്ചത്? ചൊവ്വയാണ് പഠിച്ചത്. ഒന്നുകൂടി, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969 ജൂലൈ 20. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയവർ ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ. മനുഷ്യൻ ആദ്യമായി ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം. അമേരിക്കയുടെ വൈക്കിംഗ് പര്യവേക്ഷണ വാഹനം ഏത് ഗ്രഹത്തെയാണ് പഠിച്ചത്? ചൊവ്വയെ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.